മീഡിയ ടീമിനോടൊപ്പം ഇന്നുള്ളത് കൽപ്പേനി ബോയ്സ് ആണ്. അപ്പോൾ അവർ താമസിക്കുന്ന ഗവൺമെൻറ് സീനിയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു റൂമിലേക്കാണ് ഞങ്ങൾ മീഡിയ ടീം വന്നിരിക്കുന്നത്. ഇവർ ഭയങ്കര ആകാംക്ഷയിലാണ് എന്താണ് ഇവരോട് ചോദിക്കാൻ പോകുന്നത് എന്നുള്ളത്. ഒന്നുമില്ല, ഈ പഠനത്തിൻ്റെയൊക്കെ ഫുള്ള് നമ്മൾ പഠിക്കുകയാണല്ലോ, എല്ലാ ദിവസവും പഠനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു 10 ദിവസം റിലാക്സ് ആകാൻ കിട്ടിയിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്, ശരിയല്ലേ? ശരിക്കും എൻജോയ് ചെയ്തു ഇവിടെ വന്നിട്ട്? എങ്ങനെയുണ്ട്? നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇനി തിരിച്ചു പോകുമ്പോൾ വീണ്ടും പഠനത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ ആ ഒരു വിഷമമുണ്ട്, പക്ഷെ പഠിക്കാതെ നമുക്കൊന്നും നേടാൻ പറ്റില്ലല്ലോ. എങ്ങനെ ഇവിടെ അപ്പോൾ ഈ താമസം എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഈ കിട്ടിയിരിക്കുന്ന ഈ വിൻഡോ എന്ന് പറയുമ്പോൾ ഈ ബീച്ച് സൈഡിലുള്ള വിൻഡോ ആയതുകൊണ്ട് എപ്പോഴും കാറ്റ് ഫ്രഷ് ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലേ? ബാത്റൂം സൗകര്യം ഒന്നൊക്കെ കുഴപ്പമായിട്ടുണ്ടോ? എല്ലാം നന്നായിട്ടുണ്ട് അല്ലേ? താമസം എല്ലാം അടിപൊളി. എന്തെങ്കിലും കച്ചറയോ ഗുലുമാലോ ആയിട്ടുണ്ടോ നിങ്ങൾ തമ്മിൽ? ഇതിൽ ആദ്യമായിട്ട് LSC വരുന്ന ആരാളുള്ളത്? ആദ്യത്തെ LSC അല്ലേ? എങ്ങനെയാ അപ്പൊ വീട്ടിൽ നിന്ന് വരുമ്പോൾ എന്തൊക്കെ ഉപദേശം തന്നിരുന്നു? വീട്ടിൽ നിന്ന് വരുമ്പോ എന്തെല്ലാം ഉപദേശം തന്നിട്ടുണ്ട്? ഇവിടെ വന്നിട്ട് പ്രശ്നമായോ? ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നമാക്കിയോ? ഇല്ലല്ലോ, എല്ലാം ഉഷാറായിട്ടുണ്ട്. ഭക്ഷണമൊക്കെ എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നു. താമസം അടിപൊളിയായിരുന്നു. അപ്പൊ നിങ്ങൾ എങ്ങനെ പോയിന്റ് നിലയിൽ എങ്ങനെയുണ്ട്? അധികം 26 പോയിന്റ് ഉണ്ട് അല്ലേ? കുറെ എല്ലാം നമ്മള് സെമിയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഫൈനൽ എത്തിയിട്ടുണ്ട് ബാഡ്മിന്റൺ ഒക്കെ. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. കൽപ്പേനി ടീമാണ്. ഇവർ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത്, കൽപ്പേനിയുടെ പ്രത്യേകത അറിയാം, പഠനമാണ് അവരുടെ പാരൻസിന്റെ മെയിൻ ലക്ഷ്യം അല്ലേ? ഒരുപാട് ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് എല്ലാം ലക്ഷദ്വീപിൽ നിന്ന് ഏറ്റവും കൂടുതലുള്ള കൽപ്പേനി ദ്വീപിൽ നിന്നാണ്. ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട്, ചിന്തകരെല്ലാം ഉള്ള ദ്വീപാണ് കൽപ്പേനി, ശരിയല്ലേ? PA പൂക്കോയ, അതുപോലെയുള്ള എല്ലാ ചിന്തകരും, CG പൂക്കോയ മുതൽ അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ, ശരിയല്ലേ? അപ്പൊ ഇവർക്ക് വരും. അപ്പൊ നിങ്ങള് ക്യാപ്റ്റൻ അപ്പൊ ക്യാപ്റ്റനെ കൂടി കിട്ടിയിട്ടുണ്ട്. ക്യാപ്റ്റൻ എന്ത് തോന്നുന്നു കിൽത്തൻ വന്നിട്ട്? എൻജോയ് ചെയ്തിനെ? ഫുഡ് നല്ല ഇഷ്ടപ്പെട്ടിട്ട്, നാടൊക്കെ ഹരമുണ്ട്, ആൾക്കാരെല്ലാം ഹരമുണ്ട്, ഗ്രൗണ്ട് ഹരമുണ്ട്, എല്ലാ നാട്ടിലും പോയി നല്ല സ്വഭാവം. നിലത്താണ് കിടക്കൊണ്ടേ ഇപ്പൊ ഇല്ലേ മുസല്ല തന്നെ. ഓക്കെ, അതന്നെ വലിയ കാര്യമല്ലേ? ഓക്കെ അതാ, ഓക്കെ, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇനി നമുക്കൊരു പാട്ടാവാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചോദിക്കാം. ഭ്രാന്തെന്നാൽ പ്രണയമല്ലേ, പ്രണയം സമർപ്പണമല്ലേ, പറയുന്നോൾ പറയട്ടെ പ്രണയിച്ചിടാം. നീയാണേ എല്ലാം എന്നിൽ, നീയില്ലാതില്ല മണ്ണിൽ, നിന്നിലായി ചേർന്ന് ലയിക്കാൻ അനുവദിക്കോ. നീ എന്റെ മാത്രമാണ്, നീ എനിക്ക് സ്വർഗമാണ്. നീ എന്റെ മാത്രമാണ്, നീ എനിക്ക് സ്വർഗമാണ്. നീ ഇല്ലേ ദുനിയാവ് നരകമാണ്. നീ ഇല്ലേ ദുനിയാവ് നരകമാണ്. ഭ്രാന്തെന്നാൽ പ്രണയമല്ലേ, പ്രണയം സമർപ്പണമല്ലേ, പറയുന്നോൾ പറയട്ടെ പ്രണയിച്ചിടാം. പണ്ട് പായ കപ്പലിൽ കയറിക്കൊണ്ട് ോ മാലിക്കും കൂട്ടരും സന്ദേശം കൊണ്ട് പണ്ട് പായ കപ്പലിൽ കയറിക്കൊണ്ട് തമിഴണങ്ങലോ മാലിക്ക് ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ട്, ഇസ്ലാമിൻ സന്ദേശം കൊണ്ട്. അറഫ മലക്ക് സലാം ചൊല്ലി വരുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ വിളിയാളം നീ കേൾപ്പിക്ക്. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാരണ കയ്യിൽ ഉണ്ട് പ്രിയേ കൽവിടരാശ മുന്തിരി തിന്നിടുവാൻ. സഖി നന്നായി അറിയാം നാട്ടിൽ ും ായൊരു ഗൃഹവുമില്ല പ്രിയേ. വരിയായി കാഴ്ച മരങ്ങൾ നിരയായി ഒട്ടിടമേ ഉയരത്തിൽ മലയുള്ള മലഭൂമി വിലസിടുന്നേ.
ഓക്കെ താങ്ക് യു. അടുത്ത LSC കൽപ്പേനിയിൽ വെച്ചായിരിക്കാം സാധ്യത എന്ന് നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെ വന്നാൽ എന്തായാലും നിങ്ങൾ അടിച്ചു പൊളിക്കണം. നിങ്ങൾ ഇതിനേക്കാളും ഭംഗിയായിട്ട് അവിടെ നടത്തിച്ച് കാണിച്ചു കൊടുക്കണം. നിങ്ങളെ സ്കോർ അതുപോലെ നന്നായിട്ട് ഉയർത്താൻ ശ്രമിക്കുക, പഠിക്കുക. നിങ്ങളുടെ മുൻഗാമികൾ കാണിച്ച പാതയിലൂടെ ഡോക്ടറും എഞ്ചിനീയറും അതുപോലെ നല്ല നിലയിലെത്താൻ എല്ലാവരും ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.